എൽ ഡി എഫിൻ്റെ ഒരു മുന്നണി പോരാളി തന്നെയാണ് എം സ്വരാജ്. കെ എം ഷാജി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എം സ്വരാജ് തെരഞ്ഞെടുപ്പിനെയൊക്കെ മത്സരിക്കുന്നതിന് മുമ്പ് ഒന്ന് വി എസ് അച്യുതാനന്ദനെ പോയി കാണുന്നത് നന്നായിരിക്കുമെന്നുള്ളത് കുറേ പഴകിയ ഒരു കഥയാണ്. പക്ഷേ ഈ ഒരു പോരാട്ടത്തിനിടയിൽ പിണറായി പൂജ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ CPM-ൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നവർക്ക് അധികമാവുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ശാപങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്? ഈ പൊതുവെ പാർട്ടിക്കകത്തും പൊതുജനങ്ങളുടെ ഇടയിലും ഒക്കെ തന്നെ ഉള്ള ഒരു പറച്ചിലാണ് ഈ എം സ്വരാജിനെ പറ്റി. ഈ അഹങ്കാരത്തിന് അല്ലേ കൈയും കാലും വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് എം സ്വരാജ് എന്ന് പൊതുവെ പറയുന്നതാണ്. അതിന് തക്കതായ കാര്യങ്ങളുമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നിപ്പോകും. അതായത് കെ എം ഷാജി വളരെ വസ്തുനിഷ്ഠമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അത് പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഷൗക്കത്ത് പാർട്ടിയുടെ നേതൃനിരയിലുള്ളവരെയും ഒക്കെ തന്നെ നേരിട്ട് കണ്ടു. അതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ടും പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. അങ്ങനെ ആ ഒരു ഗുരുത്വം അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇനിയിപ്പോൾ സ്വരാജിൻ്റെ കാര്യം നോക്ക്. സ്വരാജ് വി എസ് അച്യുതാനന്ദനെ എത്രത്തോളം അവഹേളിച്ചിട്ടുണ്ടെന്ന് നോക്കണം. വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. പിതൃശൂന്യൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. സ്വരാജിൻ്റെ പ്രായം ഇവിടെ നിൽക്കുന്നു. ഈ ചെക്കനാണോ വി എസ് അച്യുതാനന്ദനെ പോലുള്ള ഒരു നേതാവിനെ ഇത്രത്തോളം അവഹേളിച്ച് വിട്ടിട്ടുള്ളത്? പിതൃശൂന്യൻ കേൾക്കുന്നവർക്കൊക്കെ വലിയ സുഖമായിരിക്കും. പക്ഷേ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിശേഷണം അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ആൾരൂപം തന്നെയായി മാറും സ്വരാജ് എന്നുള്ളതാണ്. അതുപോലെ വി എസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകണം. ഈ വി എസ് അച്യുതാനന്ദനുമായി പിണറായിയുമായിട്ടൊക്കെ ഒരു വിഭാഗീയതയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ പിണറായി ഭക്തി മൂത്ത് വി എസിനെ എത്രത്തോളം നീചമായ നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ച് പിണറായിയുടെ പ്രീതി നേടിയെടുക്കുകയാണ് ചെയ്തത്. ആ പിണറായി പ്രീതിയിലാണ് 2016 കൊണ്ടുവന്ന് തൃപ്പൂണിത്തറയിൽ മത്സരിപ്പിച്ചത്. 96 മുതൽ 2011 വരെ MLA ആയിട്ടിരുന്ന ബാബുവിനെയാണ് അവിടെ 4000-ലധികം വോട്ടിന് പരാജയപ്പെടുത്തുന്നത്. 2021 കൈവിട്ടു പോവുകയും ചെയ്തു സ്വരാജിൽ നിന്ന് ആ മണ്ഡലം. അങ്ങനെ വി എസ് അച്യുതാനന്ദനെ പറയാൻ ഇനി ബാക്കിയില്ലല്ലോ പിണറായി ഭക്തിയിലൂടെ. ഇനിയിപ്പോൾ പിണറായിയുടെ കൈകൊണ്ട് തന്നെ മിക്കവാറും ഉദകക്രിയ നടക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. വളർത്തിയതും കൊല്ലുന്നതും എല്ലാം പിണറായി തന്നെ ആയി മാറുമെന്ന് തോന്നുന്നു. കാരണം പിണറായിയോടുള്ള ഭക്തിമൂത്ത് ഇതെല്ലാം പറഞ്ഞു കൈപിടിച്ചു കൊണ്ടുവന്നു. മരുമകന് വേണ്ടി പിണറായി ഇവിടെ സംഹരിക്കാനും പോവുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് കൊണ്ടുപോയി നിലമ്പൂരിൽ മത്സരിക്കാൻ നിർത്തിയത്. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ എന്താണ് സ്വരാജ് പറഞ്ഞത്? ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന്. നോക്കണേ, ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാജ്യദ്രോഹപരമായിട്ടുള്ള വർത്തമാനമല്ലേ അദ്ദേഹം നടത്തിയത്? ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഈ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ഈ ഭീകരാക്രമണം ലോകത്തുള്ള സകല ജനങ്ങളും ഈ പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനത്തെ എതിർക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിദേശത്തേക്ക് അയച്ചിരിക്കുന്ന 7 സംഘാംഗങ്ങളിൽ ഒരു സംഘത്തിലെ അംഗമാണ് മുസ്ലിം ലീഗിലെ ET മുഹമ്മദ് ബഷീർ. ET മുഹമ്മദ് ബഷീർ റിയാദിലും ഒക്കെ ചെന്ന് കാര്യങ്ങൾ എത്ര വസ്തുനിഷ്ഠമായിട്ടാണ് വിശദീകരിച്ചത്. ഇന്ത്യ എടുത്ത നിലപാടിന് തരൂര് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്.
തരൂരും ഇ.ടി. മുഹമ്മദ് ബഷീറും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസും ഒക്കെ ഉണ്ടല്ലോ. അവർ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ വരുന്നത് രാജ്യത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ്, രാജ്യത്തിനകത്ത് ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികളാണ് എന്നും പറയുന്നുണ്ട്. പക്ഷെ ആ പ്രതിപക്ഷമല്ല ഞങ്ങളിപ്പോൾ രാജ്യത്തിൻ്റെ രാജ്യസ്നേഹികളായിട്ടുള്ളവരാണ്. ആ രാജ്യസ്നേഹം പോലും സ്വരാജ് കാണിക്കുന്നില്ലല്ലോ. ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്നുള്ള നിലപാട് സ്വരാജ് നിലമ്പൂരിൽ ഇനിയും പറയുമോ എന്നാണ് കെ എം ഷാജി ചോദിച്ചിരിക്കുന്നത്. കെ എം ഷാജി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുമെന്നുള്ളതാണ്, നമ്പറിട്ട് അക്കമിട്ട് നിരത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ VS അച്യുതാനന്ദൻ്റെ അടുക്ക പോയി മാപ്പ് പറയുമോ? VS അച്യുതാനന്ദന് അനാരോഗ്യ പ്രശ്നത്തിൽ നിൽക്കുകയാണ്, അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ കാലിൽ പോയി തൊട്ടു തൊഴണം സ്വരാജിനെ പോലെ അഹങ്കാരത്തിൻ്റെ ആൾരൂപം പോയി അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പം എന്തിന് രാജ്യത്തിനെതിരായിട്ട് തന്നെ സംസാരിക്കുന്നു, ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസവും നരേന്ദ്രമോദി പറയുന്നുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, തുടങ്ങിയതായിരുന്നു. പാക് തീവ്രവാദത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. പാക് ഭീകരവാദികളൊക്കെ തന്നെ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് വേദി പങ്കിടുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെത്രത്തോളം ഈ തീവ്രവാദികളെയും തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മളൊരിക്കലും കൂട്ടുനിൽക്കരുത്. രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോയത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? പാകിസ്ഥാൻ നമ്മളെ നിരന്തരമായി വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ രാജ്യത്ത് കയറി 26 പേരുടെ നിരപരാധികളുടെ ജീവനാണ് അപഹരിച്ചത്. അതിന് പകരം വീട്ടുകയാണ് ചെയ്തത്. അത് അവസാനിച്ചിട്ടില്ല, തുടങ്ങുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ അവസരത്തിലാണ് രാജ്യത്തിന് അപസ്വരമുണ്ടാക്കി സ്വരാജ് സംസാരിച്ചത്. ആ സ്വരാജാണോ നിലമ്പൂരിലെ ജനങ്ങളോട് വോട്ട് തേടാൻ വന്നിരിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളാണല്ലോ ഇ.ടി. മുഹമ്മദ് ബഷീർ എന്നാണ് കെ എം ഷാജി ചോദിക്കുന്നത്. അദ്ദേഹം അവിടെ പോയി പ്രസംഗിക്കുന്നത് എന്താണ്? ഇ.ടി. മുഹമ്മദ് ബഷീർ MP ആണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന കാലത്താണ് ഈ 10ാം ക്ലാസ്സിന് ഈ ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവരുന്നതും. അപ്പം അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാടായിരിക്കും സ്വരാജിനി എടുക്കാൻ പോകുന്നത്? അതുപോലെ കെ എം ഷാജി ചോദിക്കുന്നുണ്ട്, അൻവർ എന്തുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു? അതിനെക്കുറിച്ച് ആലോചിക്കണം. അൻവർ രാജിവെച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾക്കായിരിക്കും ഇനിയിപ്പോൾ നിലമ്പൂരിലെ വോട്ടർമാർ മറുപടി കൊടുക്കാൻ പോകുന്നത്. അൻവറിനെ തള്ളുകയും കൊള്ളുകയും ചെയ്യാതെ UDF അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അത് അൻവറിൻ്റെ ഒരുതരം പിടിവാശിയും ഒരുതരം വല്ലാത്ത സമ്മർദ്ദം ഉണ്ടാക്കലുമാണ്. പക്ഷേ അൻവർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരമാണ് LDF തരാൻ തയ്യാറാണോ? ഇല്ല. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് തന്നെ നിലമ്പൂരിലെ വോട്ടർമാർ അതിനനുസരിച്ചുള്ള മറുപടി കൂടി കൊടുക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നോക്കിക്കോ, പിണറായി വിജയൻ ചെയ്യാൻ പോകുന്നത് നിലമ്പൂരിൽ സ്വരാജിനെ ഒതുക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത്. തോറ്റ് കിട്ടണം, തോൽക്കാൻ വേണ്ടിയുള്ള പ്രസംഗം നടത്തും. അത് പിണറായിയുടെ കൈവശം ഉള്ളതാണ്. കൊല്ലത്ത് 2014 അതാണ് കണ്ടത്. MA ബേബിയെ ഒതുക്കണമെന്ന് ഉണ്ടായിരുന്നു, ഒതുക്കി. കുണ്ടറ MLA ആയിരുന്നപ്പോൾ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് കൊല്ലം പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചു. അവിടെ പോയി 2014 പ്രേമേന്ദ്രൻ LDF വിട്ട് UDFിലേക്ക് വന്നു. കൊല്ലം സീറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി CPM. അതിൽ പ്രതിഷേധിച്ചാണ് പ്രേമേന്ദ്രൻ ഇറങ്ങിപ്പോകുന്നത്. UDFിൽ വന്ന് മത്സരിച്ചു. അവിടെ പോയി പിണറായി വിജയൻ പ്രസംഗിച്ചത് പ്രേമേന്ദ്രൻ പരനാറിയാണ്. ആ പ്രയോഗം കേട്ടതോടെ കൊല്ലത്തെ വോട്ടർമാർ തിരിഞ്ഞു. അത് പ്രേമേന്ദ്രൻ അനുകൂലമായി മാറുകയും ചെയ്തു. ബേബിക്ക് പരാജയം. ഇതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രസംഗമായിരിക്കും ഇനിയിപ്പോൾ നിലമ്പൂരിൽ പിണറായിയിൽ നിന്ന് കേൾക്കാൻ പോകുന്നത്. അത് സ്വരാജിൻ്റെ നാശത്തിലേക്കും പോവുകയും ചെയ്യും.